അപകടത്തെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്ന നടൻ ജഗതി ശ്രീകുമാറിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. 2012 മാർച്ചിലായിരുന്നു കോഴിക്കോട് വച്ചുണ്ടായ വാഹനാപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായ പരിക്കുകളേൽക്കുന്നത്. മാസങ്ങളോളം ആശുപത്രിയിലും പിന്നീട് വീട്ടിലുമായി ചികിത്സയിലായിരുന്നു നടൻ. അപകടം നടന്ന് 13 വർഷം പൂർത്തിയാകുമ്പോൾ സിനിമയിൽ ശക്തമായി തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് താരം. ജഗതിയുടെ 74ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇക്കാര്യം നടൻ അജു വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വല എന്ന ചിത്രത്തിലൂടെയാണ് ജഗതിയുടെ തിരിച്ചുവരവ്. ചിത്രത്തിൽ പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര്. ജഗതിയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളികൾ ഇതുവരെ കാണാത്ത ജഗതി ശ്രീകുമാറാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗഗനചാരി എന്ന ചിത്രത്തിന് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സോംബി ചിത്രമാണ് വല. ചിത്രത്തിൽ പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രത്തെയാണ് ജഗതി അവതരിപ്പിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ നടൻ അജു വർഗീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ജഗതി ശ്രീകുമാറിന് പുറമെ ഗോകുൽ സുരേഷ്, അനാർക്കലി മരക്കാർ, അജു വർഗീസ്, കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കോമഡിയുടെ മാസ്റ്റർ തിരിച്ചെത്തി. ഇതിഹാസ താരം ജഗതി ശ്രീകുമാറിന് ജന്മദിനാശംസകൾ. പ്രൊഫസർ അമ്പിളി അങ്കിൾ ലൂണാർ ആയി വലയിലെ അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകൂ. മറ്റൊരു തരത്തിൽ തിരിച്ചുവരവിന് കളമൊരുങ്ങുകയാണ് എന്നാണ് ജഗതിയുടെ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് നടൻ അജു വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നാലെ ജഗതി ശ്രീകുമാറിന്റെ പേരുള്ള ഫേസ്ബുക്ക് പേജിലൂടെയും പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പുതിയ വർഷം, പുതിയ തുടക്കങ്ങൾ, ചേർത്ത് നിർത്തുന്ന എല്ലാവരോടും നിസ്സീമമായ സ്നേഹം. ഇതിലും നല്ല ജന്മദിന സമ്മാനം ഇല്ല എന്നാണ് ജഗതിയുടെ പേജിൽ കുറിച്ചിരിക്കുന്നത്. മാധവ് സുരേഷും ഫഹദ് മാനുവലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മാത്രമല്ല, ആദ്യമായി സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്.